ചെന്നൈയിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് ഒരു 2 ടയർ AC കമ്പാർട്ട്മെൻറ്റിൽ എനിക്കുണ്ടായൊരു ദുരനുഭവമാണ് ഞാൻ പറയുന്നത്. കൊല്ലം ട്രെയിൻ ഏർലി മോർണിംഗിൽ കൊല്ലത്തെത്തിയപ്പോഴാണ് എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നഷ്ടമായെന്നുള്ളത് ഞാൻ അറിയുന്നത്. അപ്പോൾ ട്രെയിനിൽ തന്നെ എഴുതി വെച്ചിരുന്ന ഒരു നമ്പറിൽ ഞാൻ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അത് നിലവിലില്ല. പിന്നെ ഞാൻ ഗൂഗിളിൽ തപ്പി ഒരു നമ്പർ എടുത്ത് പോലീസിനെ വിളിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതിലെ വന്നൊരു TTEയുടെ അടുത്ത് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പോയൊരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ട് വന്നു. ആ പോലീസുകാരൻ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങുന്ന സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഈ ട്രെയിൻ കൊച്ചുവേളി വരെ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടുത്തെ റെയിൽവേ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ അവിടെയുള്ള പോലീസുകാർ പറയുകയാണ്, ഈ മൊബൈൽ ഫോൺ മോഷണം എല്ലാ ട്രെയിനിലും രാത്രി കാലങ്ങളിൽ വേറെ ഒന്നും ഒരു മോഷ്ടിക്കില്ല, മൊബൈൽ ഫോൺ മോഷണം നിരന്തരമായിട്ട് നടക്കുന്നൊരു കാര്യമാണെന്ന്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഈ ടിക്കറ്റ് എക്സാമിൻ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് യാത്രക്കാരോട് പറയാമല്ലോ, മൊബൈൽ മോഷണം നിരന്തരമാണ്, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നവർക്കൊന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് തന്നെ ഒന്ന് എതിരെയുള്ള പ്രിക്കോഷൻ എടുക്കാം. ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ മോഷ്ടാക്കൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അവർ പറഞ്ഞ് വീണ്ടും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ പോലീസിന് കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ. ഞങ്ങൾ വീണ്ടും അവിടെ ചെന്ന് അവിടെ പറഞ്ഞപ്പോൾ അവരും ഈ കംപ്ലയിൻ്റ് എടുത്തതിന് ശേഷം അവിടെ നിന്ന് അവർ കേരള റെയിൽവേ പോലീസ് എന്ന് പറയുന്നൊരു ഇതിലോട്ട് കൊടുക്കാൻ പറഞ്ഞു. അവിടെ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോഴേക്കും അവിടെ അവർ കംപ്ലയിൻറ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഇത് കൊല്ലത്ത് വെച്ച് എൻ്റെ ഫോൺ കാണാതെ പോയി എന്നുള്ളത് ഞാൻ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് കൊല്ലത്തെ റെയിൽവേ പോലീസിനോട്ട് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്താലും ഒരു സാധനം നഷ്ടമായി കഴിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പിറകെ നടക്കുന്ന നടപടി നമ്മൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും. അല്ലാതെ എൻ്റെ ഫോൺ ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ചാണ് വച്ചിരുന്നത്. ഒന്ന് മയങ്ങിയ ആ സമയത്താണ് ഈ ഫോൺ പോയത്. അതും വളരെ നേരത്തെയൊന്നുമല്ല, ഒരു 5-നും 6-നും ഇടയ്ക്കുള്ള സമയത്താണ് ഈ ഫോൺ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വെച്ചാൽ അത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും.